വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ കരുതി കൂട്ടി വന്നല്ലേ ഈശ്വ? സ്റ്റാൻഡ് വിട്ട് പുറത്തിടുന്ന മിത്ര മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലടി, അമ്മയാണ് സത്യം. നിന്നെ ഒന്ന് കണ്ടിട്ട് വന്നിരുത്തി വന്നാ. പക്ഷെ കണ്ടപ്പോ പിന്നെ നീ പിടിച്ചു വെച്ചില്ലേ? ആര് വീണ്ടും കള്ളത്തിന്. പോടാ, ഞാനാണോ? നീയല്ലേ എന്നെ? ആൾക്കും ചിരി വന്നു. ശരി, നമ്മൾ അത് മതി. എന്തായാലും വിട്ടിട്ട് പോകാൻ എന്നെപ്പോലെ തന്നെ നിനക്ക് മടിയുണ്ടായിരുന്നു ഇല്ലേ? അത് സത്യമല്ലേ? വിശ്വ ചോദിച്ചു. മിത്രയൊന്നും പറയാതെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചിരി ഒതുക്കി. സത്യമാണ്. ആ നെഞ്ചിൽ കാതോർത്ത് പ്രണയത്തിന്റെ ചൂടിൽ സ്വയം ഒതുങ്ങിയിരുന്നപ്പോൾ ആ നിമിഷങ്ങൾ അവസാനിച്ചു പോവാതിരിക്കാൻ താനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മുരുകനോട് വിളിച്ചു പറയട്ടെ? വിശ്വ ഫോൺ എടുത്തു. എത്താൻ വൈകുമെന്നും മിത്രയുടെ കൂടെ പോവുകയാണെന്നും പറഞ്ഞുടൻ കോൾ അവസാനിപ്പിച്ചു. ടീൻ എന്തെങ്കിലും പറഞ്ഞോ? തന്നെ നോക്കിയിരിക്കുന്ന മിത്രയെ നോക്കി വിശ്വ ചോദിച്ചു. ഇല്ല, പക്ഷെ മനഃപൂർവ്വം ചോദിക്കാതിരിക്കുന്ന എനിക്കറിയാം. നീ ഇന്ന് എന്റെ കൂടെയാണെന്ന് പോകുന്നതെന്ന് കൂടി അറിഞ്ഞാ കയറേച്ചി ദേഷ്യം കയറി അറ്റാക്ക് വരും. വിശ്വ ചിരിയോടെ പറഞ്ഞു. മിത്ര അതിന് ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ടോ അവളെ കുറിച്ചുള്ള സംസാരം അവളപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അവനത് മനസ്സിലായതുകൊണ്ട് പിന്നെയൊന്നും പറഞ്ഞുമില്ല. പാട്ടില്ലേ വിശ്വ? കുറച്ചു ദൂരം കഴിഞ്ഞ മിത്ര ചോദിച്ചു. പിന്നില്ലേ, നിനക്ക് ഏത് പാട്ട് വേണം അത് പറ. പാട്ടില്ലാത്ത യാത്ര എന്തിനു കൊള്ളാം? പറയുന്നതിനൊപ്പം തന്നെ വിശ്വ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റീരിയോ ഓൺ ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഒഴുകിയെത്തിയ പാട്ട്, അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു അവളപ്പോൾ ഓർത്തത്. മിത്ര അത്ഭുതത്തോടെ അവനെ നോക്കുമ്പോൾ അവനൊരു ചിരിയുണ്ട്. അവളെ ഭ്രമിപ്പിക്കുന്ന ഒരു ചിരി. പിന്നെയൊന്നും മിണ്ടാതെ ഹൃദയം കൊണ്ട് സ്വീകരിക്കും പോലെ അവൾ ആ പാട്ടിനെ കാതോർത്തുകൊണ്ട് കണ്ണടച്ചിരുന്നു. പക്ഷേ പാട്ടിലെ നെഞ്ചിൽ തുളഞ്ഞു കയറുന്ന പ്രണയം തുടിക്കുന്ന വാക്കുകൾ കണ്ണുകൾ അറിയാതെ തന്നെ വിശ്വയുടെ നേർക്ക് നീളും. ആ വരികളിൽ എഴുതി വെച്ച പോലെ ഒരു പ്രണയം അപ്പോൾ പ്രകടമായി തന്നെ അവന്റെ കണ്ണിലും ചുണ്ടിലെ ചിരിയിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും പറയാതെ അവളെ ശല്യം ചെയ്യാതെ അവൻ ആ പാട്ടിനൊപ്പം വിട്ടുകൊടുത്തു. പക്ഷേ നോട്ടങ്ങളിടയുമ്പോൾ മിത്ര അവനോട് ചേർന്നിരുന്നു. കുറച്ചുകൂടി നീങ്ങി ആ തോളിൽ മുഖമമർത്തി കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അനഞ്ഞു രണ്ടുപേരും. സമയമോ ദൂരമോ ഓടി പിന്നിലൊളിക്കുന്നോ ഒന്നും അറിയുന്നില്ല. മാറി മാറി വരുന്ന പാട്ടുകളൊക്കെയും തന്റെ പ്രിയപ്പെട്ടതാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. പ്രണയവും വിരഹവും കാത്തിരിപ്പും നഷ്ടങ്ങളും അങ്ങനെ അവരിൽ ഒഴുകി പടർന്നു. തനിക്ക് വേണ്ടി അവൻ സെലക്ട് ചെയ്താണ് അതെല്ലാം എന്ന് അവൾക്ക് തോന്നി. എന്നിട്ട് അവനോട് അത് ചോദിച്ചില്ല. ഇനി അത് അങ്ങനെയല്ലെങ്കിലും തന്റെ മനസ്സിൽ അങ്ങനെ മതിയെന്ന് അവൾ കരുതി. വിശക്കുന്നുണ്ടോ? ചുമലൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ ആദ്യം ചോദിച്ച മിത്ര കേട്ടില്ല. ഡീ, അവനൊന്ന് തട്ടി വിളിച്ചു. മിത്ര അകന്ന് മാറാതെ അവനെ മുഖമുയർത്തി നോക്കി. വിശക്കുന്നുണ്ടോന്ന് അവനൊരു വട്ടം കൂടി ചോദ്യം ആവർത്തിച്ചു. നീ ഡീന്ന് വിളിക്കുന്ന കേൾക്കാൻ നല്ല രസവിശ്വ. കണ്ണു ചിമ്മി വല്ലാത്തൊരു ഭാവത്തിൽ അവളത് പറയുമ്പോൾ അവനുറക്കെ ചിരിച്ചു പോയി. മിത്ര അവനെ തന്നെ നോക്കിയിരുന്നു. എന്റെ കുഞ്ഞേടിന്നൊക്കെ വിളിച്ചാല് വീട്ടിൽ പോയിട്ട് വിളിയടാന്ന് തിരിച്ചു പറയുന്ന പെൺപിള്ളേര് ഇത് കേൾക്കണം. നിന്നെ ഓടിച്ചിട്ട് തല്ലും. അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വീർത്തു. നീ വിളിക്കുന്ന കേൾക്കാൻ രസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വേറെ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ ദേഷ്യം വരുന്ന പെൺകുട്ടിയാണോ നീയും? എനിക്ക് കംഫർട്ട് അല്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ ചിലപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ വിളിക്കത്ര രസം? ആയിരിക്കും. ആൾ ചിരിയോടെ സമ്മതിച്ചു കൊടുത്തു. ആയിരിക്കും എന്നല്ലടി, അതങ്ങനെ തന്നെയാ. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ അതിനായിരിക്കും നമ്മുടെ കണ്ണിലെ ഏറ്റവും ഭംഗി. അതാ വസ്തുവിൻ്റെയോ ആളിൻ്റെയോ ഭംഗിയാവില്ല പലപ്പോഴും. അവരെ കാണുമ്പോൾ നമുക്കുള്ളിലെ സ്നേഹത്തിൻ്റെ ഭംഗിയാണ്. കാണുന്ന കാഴ്ചകൾക്കോ അല്ലെങ്കിൽ അത് നൽകുന്ന അനുഭൂതിക്കാനുള്ള കൂടുതൽ ഭംഗി ആരുടെ കൂടെ നമ്മളത് ആസ്വദിച്ചു അവരോടുള്ള നമ്മുടെ സമീപനം പോലെ ഇരിക്കും. അവരോടുള്ള നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കും അതിൻ്റെ ഭംഗി. വിശ്വ ചിരിയോടെ പറഞ്ഞു. ലവ് യു വിശ്വ. പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ കയ്യിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞു. ആകെയൊന്ന് വിറച്ചു കയറി അവനും. നീയായിപ്പോ എന്നെ സ്നേഹിച്ച് കൊല്ലുന്നത്. ആളുടെ കൈ കൂടി ചേർത്ത് കയറി വെക്കുന്നതിനിടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് വേദനിക്കില്ല. ആൾ ഉറപ്പ് കൊടുത്തു. പക്ഷെ ആ ഉറപ്പ് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ആൾ ആ നിമിഷം അറിഞ്ഞതുമില്ല. മൗനവും പ്രണയവും തീർത്ത അതിമനോഹരമായ നിമിഷങ്ങൾക്കൊടുവിൽ ദൂരം പോലും വല്ലാണ്ട് ചുരുങ്ങിപ്പോയതുപോലെ മിത്രയ്ക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിനരികിൽ വിശ്വ കാർ ഒതുക്കി നിർത്തി. ഇനിയും എന്തൊക്കെയോ പറയാൻ ബാക്കിയുണ്ടെന്ന് വീണ്ടും രണ്ടുപേർക്കും തോന്നിപ്പോയി. ടെൻഷനുണ്ടോ നിനക്ക്? വിശ്വ അവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ആർദ്രമായി ചോദിച്ചു. പപ്പയോട് സംസാരിക്കാൻ നിനക്ക് ടെൻഷനുണ്ടോന്ന്? ആൾ മനസ്സിലായില്ലെന്ന പോലെ മുഖം ചൊളിച്ച് നോക്കിയപ്പോൾ വിശ്വ ഒന്നുകൂടി ചോദിച്ചു. ഉണ്ടോന്ന് ചോദിച്ചാ? മിത്രയുടെ മുഖം മങ്ങിപ്പോയി. ഇച്ചിരി. ആര് നോയി കൈവിരൽ വരുത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷെ അവൾക്കുള്ളിലെ ടെൻഷൻ അവളാ കാണിച്ചത്രയും ചെറുതല്ലെന്ന് അവനും മനസ്സിലായി. പേടിക്കണ്ട, സമാധാനത്തോടെ പറയണം.
പപ്പയ്ക്ക് നിന്നോട് പറയാനുള്ള സമാധാനത്തോടെ തന്നെ കേൾക്കുകയും ചെയ്യണം. വിശ്വാളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. യാതൊരു മടിയുമില്ലാതെ എന്റേതെന്ന അവകാശത്തോടെ സ്നേഹത്തോടെ ആള് തന്നെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്നു. നിന്റെ പപ്പയാണ്. എന്നേക്കാൾ നിന്നിൽ അവകാശമുള്ള ആളാണ്. നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരിക്കാം. നിന്റെ അമ്മയിലായിട്ടും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ്. വിശ്വാളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അത് അവളെ ടെൻഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങനെയൊന്നും പറയല്ലേ വിശ്വ, എനിക്ക് എന്തോ പോലെ. ആള് തന്നെ കയ്യിലമർത്തി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നോക്കി. നിനക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെടി, ഞാനൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ആരവൾ അടക്കി പിടിച്ചു. ചിലപ്പോ പപ്പയ്ക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റാത്ത ഒരാളായിരിക്കും ഞാൻ. അതൊരിക്കലും പപ്പയുടെ കുറ്റല്ലെന്ന് വേണം നീ മനസ്സിലാക്കാൻ. ദേഷ്യം കാണിക്കരുത്. DR ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഡെന്നീസ് മാത്യുവിന്റെ മകൾക്ക് ആരെ വേണമെങ്കിലും ആ അച്ഛന് നേടിത്തരാൻ കഴിയും. അതിനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മുന്നിലാണ് നിന്നെ മോഹിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ഈ ഞാൻ. നമ്മുടെ പ്രണയം കേൾക്കുന്നവർക്ക് പോലും ആദ്യം ദഹിക്കണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ആരെ നോക്കിക്കൊണ്ട് തന്നെ അവൾ തലയാട്ടി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിശ്വ, നിന്നിൽ ഞാൻ ഓക്കെയാണ്. വീണ്ടും അവളുടെ ചുണ്ടുകൾ അവന്റെ കയ്യിൽ പതിഞ്ഞു. എനിക്കും നീ ഇപ്പം എൻ്റെ ജീവനാണ്. ഞാനും നിന്നിൽ 100 വട്ടം ഓക്കെയാണ്, അവൻ ഉള്ളു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അത് നമ്മൾക്ക് മാത്രമാണ്. പപ്പയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. എന്തും നേരിടാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. കേട്ടിട്ടില്ലേ നീ? പ്രണയം അതിൻ്റെ എല്ലാ വേദനകളോടും കൂടി അനുഭവിക്കാൻ തയ്യാറാവണം, എങ്കിലേ അത് ആസ്വദിക്കാൻ കഴിയൂ എന്ന്. വീശാരുമയായി അവിടെ വിരൽ മടക്കി നിവർത്തി ആളുടെ ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിച്ചു. പപ്പ എന്ത് പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കാൻ നീ തയ്യാറാവണം. നിന്റെ പപ്പയാണ്. നിന്നെ ഇത്രയും വളർത്തിയ ആളാണ്. ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ്. അതൊന്നും നീ മറക്കാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. എത്ര കാലം വേണമെങ്കിൽ പോലും നിനക്കായി ഞാൻ കാത്തിരിക്കും. വിശ്വയുടെ പെണ്ണാ നീ. ഇനി ഒരിക്കലും ഞാൻ ആ സ്ഥാനം കൊടുക്കില്ല. പറയുന്നതിനൊപ്പം തന്നെ വിശ്വ വലിച്ചാഴ്ത്തി അവന്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വയ്ക്കുമ്പോൾ പിടഞ്ഞുകൊണ്ട് അവനും അവളെ ഒന്ന് ഇറുക്കെ പിടിച്ചു. തുടക്കമിട്ട മിത്രയാണ്. പക്ഷെ ഒറ്റ നിമിഷത്തെ പതർച്ച മാറിയതും വിശ്വ അത് ഏറ്റെടുത്തു. മിത്രയുടെ മൃദുഭാവമല്ലായിരുന്നു അവന്റെ ചുംബനത്തിന്. അത് അവളൊന്നാകെ വശം കെടുത്തി. അന്നുവരെയും അറിയാത്ത പുതിയൊരു ലഹരി. പ്രണയത്തിന്റെ ചൂട് പകർന്നുകൊണ്ട് ചേർന്നമരുന്ന ദേഹങ്ങൾ സ്വയം മറന്നതുപോലെ വന്യമായി ചുംബനം കൊണ്ട് അവളെ തടവിലാക്കി വിശ്വ. വീട്ടുപോവാൻ വയ്യെന്ന പോലെ അവനിലേക്ക് കൂടുതൽ ചേർന്നുകൊണ്ട് ആ ലഹരിയുടെ വീര്യമൊട്ടും ചോർന്നു പോവാതെ അപ്പാടെ ഏറ്റുവാങ്ങി അവളും. എന്തൊരു നിമിഷമാണത്! പ്രണയത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള നിമിഷം. എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനമില്ല അബി. എനിക്ക് ഉറപ്പുണ്ട് അവളിപ്പോ തിരക്കിട്ട് ഡെന്നീസിങ്ങളെ കാണാൻ പോകുന്നത് അവനെ കുറിച്ച് പറയാനാ. അറിയാലോ, അവളുടെ ശരി ഏത് വിധനെയും നേടിയെടുക്കാൻ മിത്രക്കൊരു പ്രത്യേക കഴിവാ. ഇവിടെ അത് തന്നെ നടക്കും. അവൾ പറയുന്ന എല്ലാ അങ്കിളും വിശ്വസിക്കും. പിന്നെ നമ്മൾ പറയുന്ന ഒന്നും തന്നെ അത്രക്കും കൂടി വിലപ്പോവില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞ് എല്ലാ അങ്കിളിനെ വിളിച്ച് അറിയിക്കാന്ന്. അപ്പൊ നീ അവനെ സമ്മതിച്ചു തന്നില്ല. എന്നിട്ടിപ്പോ എന്തായി? ഇനിയിപ്പോ അവന്റെ മനസ്സാമതിനെ നമുക്ക് കൂടി കേട്ട് പുളകിതയാവാം. അത്ര തന്നെ. ടീനക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വരുന്നുണ്ട്. അതിന്റെ ഇരയാവുന്ന അബിയും. എബിയോട് ഇതുകൂടി പറഞ്ഞാൽ അവന്റെ സങ്കടവും വെപ്രാളവും ഒന്നുകൂടി കൂടുതലാവുമെന്ന് കരുതി ഇതുപോലെ കാര്യങ്ങളൊക്കെ ടീന അബിയെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ വീട്ടിലെത്താനുള്ള ക്ഷമ കൂടിയില്ലാതെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറിയപ്പോൾ മുതൽ അബിയെ വിളിച്ചിട്ട് തന്റെ മനസ്സിലെ ആശങ്കകൾ പറയുകയാണ് അവൾ. എടീ, ഡെന്നീസ് അങ്കിൾ പൊട്ടനൊന്നുമല്ല. അത് എന്തായാലും വിശ്വയെക്കുറിച്ച് അന്വേഷണം നടത്താതിരിക്കോ. നീ വെറുതെ ടെൻഷൻ ആവണ്ട, എല്ലാം നന്നായി തന്നെ നടക്കും. ചിലപ്പോൾ ഇതൊരു വഴിത്തിരിവാനും സാധ്യതയുണ്ട്. അബി അവളെ ആശ്വസിപ്പിച്ചു. മിത്ര പൊട്ടിയായിട്ടാണോ അവരെ പോലെ ഒരുത്തന്റെ കൂടെ ആണോടാ? അപ്പൊ പിന്നെ ആ സാധ്യത നീ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യാക്കണ്ട. പിന്നെ അവനെ കുറിച്ച് അന്വേഷണം നടത്തുന്ന അതൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ അവന് നേരിട്ട് കണ്ട് 2 വാക്ക് വേണ്ടിയാ, അതും തീരുമാനാവും. മനുഷ്യരെ പറഞ്ഞു വായിക്കാൻ അവനൊരു പ്രത്യേക കഴിവാ. വിശ്വയോടുള്ള ദേഷ്യം ടീന പല്ലുകൾ കടിച്ചു പിടിച്ചു. നീ ഒന്ന് സമാധാനിക്കുക ടീന. മിത്ര ഇത് ചെന്ന് പറഞ്ഞാലും അങ്കിൾ എന്തായാലും എന്നെയോ എബിയോ നിന്നെയോ വിളിക്കാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഉള്ള പോലെ അങ്ങ് പറയാം. കൂട്ടത്തിൽ എബിക്ക് അവളുള്ള സ്നേഹത്തിനെ കുറിച്ചും പറയാം. ആ, വെറുതെ പറഞ്ഞിടാന്ന് മാത്രം. എനിക്കിപ്പോൾ അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല എൻ്റെ അബി. ഡെന്നീസ് അങ്കിൾ നിനക്കും അറിയില്ലേ, മിത്ര എന്ന ആ മനുഷ്യന്റെ ജീവനാ. അപ്പൊ പിന്നെ അവളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് മൂപ്പര് നമ്മൾ പറയുന്നത് കേൾക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ടീന നിരാശയോടെ പറഞ്ഞു. നമുക്ക് നോക്കാടേ, ഇതവളുടെ ലൈഫിന്റെ കാര്യമല്ലേ. അങ്കിളൊക്കെ നോക്കാതിരിക്കോ? എനിക്ക് തോന്നുന്നില്ല അങ്കിൾ വിശ്വമായിട്ടുള്ള അവളുടെ റിലേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നീ എന്തായാലും വെറുതെ ടെൻഷൻ ആവണ്ട. വീട്ടിലെത്തിയിട്ട് വിളിക്കേ. പറ്റിയ നാളെ ഞാനും അവനും കൂടി അങ്ങോട്ട് ഇറങ്ങിയേക്കാം. അവന്റെ അവസ്ഥ എന്താടാ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ആകെ ഒരു മന്ദത. ഒരാഴ്ച ലീവ് എടുത്ത് നന്നായി. പക്ഷെ ഒരാഴ്ച കൊണ്ടൊന്നും അവന്റെ മൂഡ് മാറി. അവൻ ഓക്കെ ആവുന്ന എനിക്ക് തോന്നുന്നില്ല. അബി തുറന്നു പറഞ്ഞു. അതോടെ ടീനയുടെ ബാക്കിയുള്ള സമാധാനം കൂടി പോയി. ആള് വീട്ടിലേക്ക് തന്നെ പോയില്ലേ? ആവ് നിന്നെ കയറ്റിയിട്ട് വീണ്ടും തിരിച്ചു പോവോ? അബി ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ പോരുമ്പോൾ സ്റ്റാൻഡുണ്ട്, ടീന ചടപ്പോടെ പറഞ്ഞു. എങ്കിലും അബി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അവൾ ഓർത്തു.
അതോടെ ഹൃദയത്തിന്റെ ഭാരം ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്തു. ശ്വാസമെടുക്കാൻ വയ്യം തോന്നിയ നിമിഷം മിത്ര വിശ്വ പതിയും തള്ളി. കണ്ണടച്ചുകൊണ്ട് ആ നിമിഷങ്ങൾ അങ്ങേയറ്റം ആസ്വദിക്കുകയായിരുന്നവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. മിത്രയുടെ മുഖത്തുള്ള പരവേശം കണ്ടിട്ടാണ് മനസ്സോടെ അല്ലെങ്കിൽ അവൻ ആ അത്തരങ്ങളിൽ നിന്നും പിടിവിട്ട് മാറിയത്. ദീർഘമായൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് മിത്ര സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു. വീണ്ടും തന്നിൽ വട്ടമിട്ടുണരുന്ന ചീത്തക്കൊതി അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ ചുവന്ന് വിങ്ങിയ ചുണ്ടുമുഖവും അവൻ തന്നെ തുടച്ചു കൊടുത്തു. മിത്ര വീണ്ടും പിടച്ചിലോടെ അവന്റെ കയ്യിൽ പിടിച്ചു. ഓക്കെ അല്ലേ? വിറക്കുന്ന അവളുടെ നേരെ നോക്കി അവനൊരു ചിരിയോടെ ചോദിച്ചു. അവൻ നോയിക്കൊണ്ട് മൂളുമ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും ചുവപ്പ്. വീട്ടിൽ പോണോ ഇനി? നമുക്ക് നേരെ ഇങ്ങോട്ടേലും വിട്ടാലോ? വിശ അവളുടെ കൈ വിരലിൽ വിരൽ കോർത്തുകൊണ്ട് ചോദിച്ചു. പോയേക്കാം. അവളും സമ്മതിച്ചു കൊടുത്തു. പോവാം, നീ ഞാനായിട്ടൊരു യാത്ര. പക്ഷെ അത് ഇന്ന് വേണ്ട, പപ്പ കാത്തിരിക്കുമല്ലേ. അതുകൊണ്ട് എൻ്റെ പെണ്ണ് നല്ല കുട്ടിയായിട്ട് പോയി പറഞ്ഞിട്ട് വാ. എനിക്കൊരു ചെക്കനുണ്ട്, എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്. അവനെന്നെ ജീവനാണ്, അവന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ. അവനൊരു ചിരിയോടെ മിത്രയുടെ കവിളിൽ തട്ടി. അത്രയും നേരം ഉണ്ടായിരുന്ന തിളക്കം മാഞ്ഞുപോയി അവൾക്കത് കേട്ടപ്പോൾ. എങ്കിലും മുഖം തുടച്ചുകൊണ്ട് അവൾ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടുന്ന് ഒരുപാട് പോകാനുണ്ടോ? ഇല്ല, ഒരു ഓട്ടോ പിടിച്ചാൽ 10 മിനിറ്റ്. ഞാൻ കൊണ്ടുവിട്ടു വീട്ടിലേക്ക്? വേണ്ട വിശ, എനിക്ക് ഇനി അത്രയും ദൂരം ഓടിയെത്തണ്ടേ, ഞാൻ പോയിക്കൊള്ളാം. മിത്ര ചിരിയോടെ പറഞ്ഞു. ആ, എത്തിയിട്ട് വിളിക്കണം. അവനവളുടെ കയ്യിലെ പിടിമുറുക്കി. എനിക്ക് മിസ് ചെയ്യും. എനിക്കും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരുമോ? ടീന വരും മുന്നേ നമുക്ക് മാത്രം കുറച്ച് നേരം. വിശ അവളുടെ കണ്ണിലേക്ക് നോക്കി. തന്നോടുള്ള ഇഷ്ടം അവന്റെ കണ്ണിൽ പെറ്റു പെരുകുന്നു. പരമാവധി ഞാൻ ശ്രമിക്കാൻ വിശ, ഉറപ്പ് പറയുന്നില്ല, കാരണം പപ്പയുള്ളതുകൊണ്ട്. മിത്ര മുഖം ചുളിച്ചു. പറ്റിയോ? അവൻ അത്രമാത്രം പറഞ്ഞു. പോയിക്കോട്ടെ എന്നാ. മിത്ര ഡോർ തുറന്നു. ലവ് യു. അവനൊന്നുകൂടി അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. ലവ് യു ടു. ആള് എൻ്റെ കവിളിലൊന്ന് തഴുകി. ഇറങ്ങിക്കോ. അവളുടെ കൈ വിട്ടുകൊണ്ട് വിശ്വ മിത്രക്കൊപ്പം ഇറങ്ങി. ഞാൻ പോയിക്കൊള്ളാം വിശ്വ എന്നവൾ പറഞ്ഞിട്ടും ബാക്കിലെ സീറ്റിൽ നിന്നും അവളുടെ ബാഗും എടുത്തുകൊണ്ട് അവൾക്കൊപ്പം ചെന്നിട്ട് ഓട്ടോയിൽ കയറ്റിയിട്ടാണ് വിശ്വ അടങ്ങിയത്. പോട്ടെ. ഒരു വട്ടം കൂടി യാത്ര ചോദിച്ചുകൊണ്ട് അകന്നു പോകുന്നവൾ. വല്ലാത്തൊരു നോവായിരുന്നു അവൻ ആ നിമിഷം അനുഭവിക്കുന്നത്. അന്നുവരെയും തോന്നാത്തൊരു നോവ്. ആ ഓട്ടോയിൽ കയറ്റിവിട്ട് തന്റെ ഹൃദയം കൂടിയാണ് എന്ന് പോലും തോന്നും വിധം. അവളുടെ പപ്പ എന്തായാലും തന്നെ കുറിച്ച് അന്വേഷിച്ച് നോക്കും. കൂട്ടത്തിൽ ടീനയും അബിയെയും വിളിക്കും. അവരോടുകൂടി തന്നെ കുറിച്ച് ചോദിക്കും. എബിന് വേണ്ടി ഇപ്പോഴും ശക്തമായ മൗനയുദ്ധം നടത്തുന്ന അവരുടെ വാക്കുകൾ എന്താവുമെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയും. എങ്ങനെ ആലോചിച്ച് നോക്കിയാലും മിത്രയെ തന്നിൽ നിന്ന് അയാൾ അകറ്റി മാറ്റാനുള്ള സാധ്യത മാത്രമാണ് അവൻ കാണുന്നത്. അതാണിപ്പോൾ തനിക്ക് ഓർക്കാൻ കൂടി കഴിയാത്തതും. ഉപേക്ഷിച്ചു കളയാൻ കഴിയാത്ത വിധം ഇടനെഞ്ചിൽ പറ്റിപ്പിടിച്ചു പോയൊരു പെണ്ണ്. അവളുടെ ആ നോട്ടം, ചിരി, അല്പം മുന്നേ അവൾ പകർന്നു നീട്ടുപോയ ആദ്യ ചുംബനത്തിന്റെ ചൂടും ലഹരിയും. ഇതൊന്നും മറക്കാനോ കണ്ടില്ലേ നടിക്കാനോ തനിക്ക് പറ്റില്ലെന്ന തിരിച്ചറിവിന് മുമ്പിൽ അവൻ വല്ലാതെ പരവേശപ്പെട്ടു. CR ഗ്രൂപ്പുമായുള്ള തന്റെ ബന്ധം അവളുടെ പപ്പൊരിക്കലും അറിയാൻ വഴിയില്ല. അത്രമാത്രം സൂക്ഷിച്ചുകൊണ്ടാണ് അതിന് പിന്നിൽ അഖിലും അലോഷിയും വലവിരിച്ചിരിക്കുന്നത്. അതിന് നേരെ ആരുടെയും സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്യാൻറ്റീൻ പോലും തനിക്ക് ഏൽപ്പിച്ചു തന്നത്. ഈ പ്ലാൻ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണെന്നിരിക്കെ അതിന്റെ കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിനെക്കുറിച്ച് ഭയവും വേണ്ട. മിത്രയെ പ്രണയിച്ചു നടക്കാൻ മാത്രമാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് നേരെ ആരും വിരൽ ചൂണ്ടരുതെന്നൊരു ശാഠ്യം. പക്ഷേ ചന്തമുക്ക് കോളനിയിലെ വിഷയെക്കുറിച്ച് അയാൾ അറിയും. അവിടെയുള്ള ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യരെ അറിയും. അപ്പോഴും അവർക്കുള്ളിലെ സ്നേഹം കാണാൻ യാതൊരു സാധ്യതയില്ല. അതങ്ങനെ ഒറ്റ നോടത്തിൽ കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ടും കഴിയാറുമില്ല. ആ കോളനിക്ക് വേണ്ടി ജീവൻ പോലും വിടിയേണ്ടി വന്ന തൻ്റെ അച്ഛനെ കുറിച്ച് അറിയും. അമ്മയും അച്ഛനും സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ ഓടിപ്പോന്നിട്ട് ഒടുവിൽ അമ്മയെ ഒറ്റക്കിട്ട് അച്ഛനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയതറിയും. വളരെ ചെറുപ്പത്തിൽ അമ്മ വിധവയായി പോയതറിയും. അച്ഛനെ പോലെ ചന്തമുക്ക് കോളനിക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ എന്തിനും ഇറങ്ങി പുറപ്പെടുന്ന വിശ്വ എന്ന മകനെ കുറിച്ചറിയും. അവന്റെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ജീവിതത്തെക്കുറിച്ചറിയും. ഇത്രയും അറിവുകൾ ധാരാളമാണ് ഒരേ ഒരു മകളെ വിശ്വയെ പോലൊരുത്തിന് വേണ്ടി ഒരിക്കലും ഒരു കാരണവശാലും സമ്മതിച്ചു തരാതിരിക്കാൻ. അത് അയാളുടെ കുറ്റമല്ല. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അങ്ങനെ ചെയ്യൂ, അതും അറിയാം. പക്ഷേ തനിക്ക് അവളെ മറക്കാൻ വയ്യല്ലോ, ഉപേക്ഷിച്ച് കളയാൻ വയ്യല്ലോ. ഒട്ടും ഉത്സാഹമില്ലാതെയാണ് വിശ്വ തിരികെ കാറിൽ വന്ന് കയറിയത്. അവൾ ഇറങ്ങിപ്പോയിട്ടും കൂടെ പോവാതെ ഇപ്പോഴും അതിനുള്ളിൽ മിത്രയുടെ ഗന്ധവും സാന്നിധ്യവും തങ്ങി നിൽപ്പുണ്ടെന്ന് തോന്നിപ്പോകും വിധം വിശ്വ അവളിരുന്ന സീറ്റിലൊന്ന് പതിയെ തലോടി. തനിക്ക് ഇത്രമേൽ ആർദ്രഭാവങ്ങൾ ചേരുമോ എന്ന് അവന് പോലും ആശങ്കയുണ്ടായിരുന്നു. അത്രമാത്രം അവളിൽ അലിഞ്ഞു ചേർന്ന പോലൊരു അനുഭൂതി. കാറ് തിരിച്ച് അവളുമായി സന്തോഷത്തോടെ ഓടി തീർത്ത വഴിയിൽ കൂടി തിരികെ പോരുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. അവന്റെ മനസ്സും അതുപോലെ തന്നെ.
ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡെന്നീസ് ലിസിയും ഇത്രയെ കാത്തിരിപ്പായിരുന്നു. രണ്ടുപേരെ ഇറുകെ പുണർന്നു നിൽക്കുമ്പോൾ വിശ്വക്കരികിൽ ഉപേക്ഷിച്ച സന്തോഷവും സമാധാനവും അല്പമെങ്കിലും അവൾക്ക് തിരിച്ചു കിട്ടി. ഫ്രഷ് ആയിട്ട് വാ, വിശക്കുന്നില്ലേ? കോളേജിൽ നിന്ന് വന്ന ഉടനെ പോന്നതല്ലേ? ലിസി വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തട്ടി. അപ്പോഴായിരുന്നു അതിനെക്കുറിച്ച് അവൾ ഓർക്കുന്ന പോലും. ഇപ്പൊ വരാം. തിരിച്ചവരുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുന്നവളെ നോക്കിയിട്ട് ലിസിയുടെ കണ്ണുകൾ പിന്നെ നേരെ ഡെന്നീസിന് നേരെയാണ് നീങ്ങിയത്. അയാളും അവൾ പോയ വഴിയെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ മിത്ര വന്ന് കണ്ടപ്പോഴുള്ള പ്രസരിപ്പല്ലായിരുന്നു അപ്പോഴയാളുടെ മുഖത്ത്. തിരിച്ചറിയാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാവം. ലിസിയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. വേണ്ടാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലൊരു ഭീതി അവരെ പൊതിഞ്ഞു നിന്നു. കഴിക്കാൻ എടുത്തു കൊടുക്കുക. തന്നെ നോക്കി നിൽക്കുന്ന ലിസിയോട് അത്രയും പറഞ്ഞിട്ട് ഫോണുമായി അയാൾ പുറത്തേക്ക് പോയി. കർത്താവേ, അരിതാത്തൊന്നും നടക്കല്ലേ, കാത്തോളണേ. അടുക്കളയിലേക്ക് പോകും വഴി ഹൃദയം പിടഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തി. അതുമാത്രമായിരുന്നു. മുറിയിലെത്തി വാതിലടച്ചു പൂട്ടി ബാഗ് കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് മിത്ര ചെന്നിന്ന് ചുമരിൽ അവളുടെ അതേ ഉയരത്തിൽ പണിത കണ്ണാടിയുടെ മുന്നിലേക്കാണ്. എന്നും ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിക്കുന്ന ചുണ്ടുകൾക്ക് അന്ന് എന്നത്തേതിലും തിളക്കമുണ്ട്, ചുവപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോൾ അല്പം വീക്കവുമുണ്ട്. പതിയെ ചുണ്ടിൽ വിരൽ ചേർക്കുമ്പോൾ പോലും അവൾക്ക് രോമാഞ്ചം തോന്നി. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ആ നിമിഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചേറി ചെല്ലാൻ തോന്നുന്ന അത്രയും ഉന്മാദം, ഉന്മേഷം. ലജ്ജയോടെ ചുവന്നു തുടുക്കുന്ന മുഖം നോക്കി നോക്കി നിൽക്കെ പുറകിൽ വിശ്വ വന്ന് ചേർന്ന് നിൽക്കും പോലെ തോന്നി. ഒന്നും പറയുന്നില്ല, പക്ഷേ ആളെ കൊല്ലുന്നൊരു ചിരിയുണ്ടവന്. ചേർന്ന് നിൽക്കുന്നു. ഒരു കൈ കൊണ്ട് അവളെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് നീളമില്ലാതെ കഴുത്തിൽ ഒഴുകി പടർന്നു കിടക്കുന്ന മുടിയഴകൾ ഒതുക്കി വെക്കുന്നു. അപ്പോഴെല്ലാം അവന്റെ തീക്ഷ്ണമായ നോട്ടം തന്റെ കണ്ണിൽ മാത്രമാണ്. കൈവിരൽ കൊണ്ട് കഴുത്തിൽ ചിത്രം വരച്ചുകൊണ്ട് അവൻ തന്നെ തരളിതയാക്കുന്നു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അങ്ങനെ തന്നെ ഒന്നുകൂടി ചുറ്റിപ്പിടിക്കുമ്പോൾ മിത്രയൊന്ന് പിടഞ്ഞു മാറി. നേരെ ആവാത്ത കിതപ്പോടെ ചുറ്റും നോയിക്കൊണ്ട് അവൾ തിരഞ്ഞത് അതുവരെയും അവളെ പ്രണയിച്ചു കൊതിപ്പിച്ച വിശ്വയെയാണ്. പക്ഷെ അതെല്ലാം മനസ്സിന്റെ വെറും കുസൃതികൾ മാത്രമാണെന്ന് മനസ്സിലായപ്പോൾ ചിരിയോടെ അവൾ സ്വയം തലയിലൊന്ന് കൊട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.